മാഷെ മാഷെ ഞാൻ പ്രാവശ്യം ഇൻട്രോഷൻ കൊടുത്തോട്ടെ പ്ലീസ്. നീ കൊളാക്കരുത്. ഓക്കെ മാഷെ, ഒരു കുഴപ്പമില്ല. ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. നിങ്ങൾ അറിയുന്ന മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ മുൻകൂട്ടി മാപ്പ് ചോദിച്ചിരിക്കുന്നു. ക്ഷമിക്കണം, ഞങ്ങൾ മാപ്പ് പിൻവലിച്ചിരിക്കുന്നു. ഈ നാടകവും നിങ്ങളുടെ ജീവിതവുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റാണ്. നിന്റെ കൊണ്ട് പറയിപ്പിച്ചതോ? ഇതാ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭൂമിയിലെ നക്ഷത്രങ്ങൾ. സാറാമേ, എടി സാറാമേ, നീ അവിടെ എന്തെടുക്കുക? ഈ പെണ്ണിന് ചെവിയും കേട്ടൂടെ? എന്തിനാ മനുഷ്യ നിങ്ങളിങ്ങനെ വിളിച്ചു കൂണേ? പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ സേറാമേ സേറാമേ എന്ന് വിളിക്കരുത്. കൾച്ചറില്ലാത്ത മനുഷ്യൻ, എന്നെ സേറ എന്ന് വിളിക്കൂ. ഒരു കപ്പ് ചായ. അതെ, നിങ്ങൾ ചോദിക്കുമ്പോ ചായ കൊണ്ടുതരാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരി ഒന്നുമല്ല. കിച്ചണിലെ കാര്യവും മക്കളുടെ പഠിത്തത്തിന്റെ കാര്യവും എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ? എത്ര നാളായി ഒരു സെർവന്റിനെ വെക്കാൻ പറഞ്ഞിട്ട്. അപ്പുറത്തെ മിസ്റ്റർ മാത്യുവിനെ കണ്ടുപിടിക്കും. ആ എലിസബത്തിന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ വായി നോക്കിയിരുന്നു, ഒന്നും പഠിക്കണ്ട കേട്ടോ. പാവം ഡാഡി, മമ്മി പറഞ്ഞതില്ല എന്നാ തെറ്റ്? മമ്മിക്ക് ക്ലബിൽ പോണ്ടേ? മക്കളെ ബൈ. സേറ, ഞാൻ പോവാ. നിങ്ങൾ പഠിക്കാൻ ആണല്ലേ? പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണോതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും. മോള് മാത്സ് ആണോ ചെയ്യുന്നേ? നോക്കട്ടെ, മമ്മി ഹെൽപ്പ് ചെയ്യാം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ആരെയാടി നീ കാത്തിരിക്കുന്നേ? മുട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും തുടങ്ങി ഒരു കവിത. അയ്യോ വേണ്ട മമ്മി, കീറല്ലേ. മമ്മി മമ്മി എന്നെ അടി വച്ചേ. മമ്മി മമ്മി, I got 49 out of 15 maths. ഓ, കൂടി പോയല്ലോ. ആർക്കെങ്കിലും ഫുൾ മാർക്ക് കിട്ടിയോ? യെസ് മമ്മി, നമ്മുടെ എലിസബത്ത് ആന്റിയുടെ മോൾ ഈവയ്ക്കാ, അവൾക്കാ ഫസ്റ്റ്. എന്ത്? എന്നെ അങ്ങ് കൊല്ല്. മിസ്സസ് എലിസബത്തിന്റെ മോൾക്കോ? നിനക്കിവിടെ എന്നാത്തിന്റെ കുറവാടി? നീ ആ ഈവനെ കണ്ടുപഠിക്ക്. ഇന്ന് ഞങ്ങളുടെ ക്ലബിന്റെ മീറ്റിംഗാ. മിസ്സസ് എലിസബത്തിനെ കാണുമ്പോ ഞാൻ എന്ത് പറയും? ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? നാണം കെടുത്താൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളൂ. മമ്മി, ഒരു മാർക്കിന്റെ കുറവല്ലേ ഉള്ളൂ. Hi Sarah, you know my daughter Eva, Maths first coming. അവൾക്ക് എന്റെ മൈൻഡാ. അവളുടെ പഠിത്തത്തെ കുറിച്ച് എനിക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. She doing everything. ആക്ച്വലി എന്റെ മോക്കും കിട്ടിയാനെ, ബട്ട് അവൾ അന്ന് സിക്ക് ആയിരുന്നു. എനിക്കറിയാം, അടുത്ത പ്രാവശ്യം അവൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ്. നോക്കിക്കോ. നീ പഠിക്കാതെ ഗെയിം കളിക്കല്ലേ? അല്ല മോം, ഞാൻ അസൈൻമെന്റ് ചെയ്യുവാ. ഗൂഗിൾ സെർച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ അസൈൻമെന്റ് ചെയ്യേണ്ടത്. നീ എന്തിനാ മക്കളെ ഇങ്ങനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്ക്. They're grown up kids.
മമ്മി ഫ്രൈഡേ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലാ, നമുക്ക് പോകണ്ടേ? അവളുടെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ അറ്റൻഡൻസ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ എങ്ങാനും ഇരുന്ന് പഠിച്ചാ മതി. പ്ലീസ് മമ്മി, എന്റെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട്, ഞാനും പോക്കോട്ടെ പ്ലീസ്. ഓ, അവളുടെ ഒരു ഫ്രണ്ട്സ്. നിന്റെ ഫ്രണ്ട്സിനെ പോലെ തോന്നിവാസത്തിനും തുള്ളിച്ചാട്ടത്തിനും ഒന്നും ഞാൻ വിടില്ല. നീ ഇങ്ങനെ സാമട്ടി നടന്നു. എനിക്ക് പഠിത്തം തന്നെ ഇമ്പോർട്ടൻസ്. പോയിന്ന് പഠിടി. മോം, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കരാട്ടെ പഠിക്കുന്നുണ്ട്, എനിക്കും പഠിക്കണം. ഡാഡി സമ്മതിച്ചു, എന്നെയും വിടാമോ? അവന്റെ ഒരു കരാട്ടെ പഠിത്തം. എന്നിട്ട് വേണം മിസ്സസ് ഡിസൂസയുടെ മോന്റെ കയ്യിൽ നിന്ന് തൊഴിയും വാങ്ങിയിട്ട് വരാൻ. അവിടെ എങ്ങനെ പോയിരിക്കട ചക്ക. ഇനി നീ കരാട്ടയും കുസ്തിന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഡാഡ്, എന്റെ ഫ്രണ്ട്സ് എല്ലാരും വെളിയിൽ കളിക്കുക. ഇന്ന് അവധിയല്ലേ, ഞാനും കളിച്ചോട്ടെ. എന്റെ മോൻ പോയി കളിച്ചോ? ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. മമ്മി, എന്റെ കവിത ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ്, അത് കീറല്ലേ. പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കവിതയും സാഹിത്യമൊന്നും ഈ വീട്ടിൽ വേണ്ടെന്ന്. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ പോയിരുന്നു പഠിക്കടി വല്ലോ. എന്റെ മോള് വിഷമിക്കണ്ട. ഡാഡി നോസ് മോൾക്ക് കവിത എഴുതാൻ നല്ല കഴിവുണ്ട്. ബട്ട് മമ്മി, മക്കളെ വേഗം ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ട് വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട, പഠിക്കണ്ട, സ്കൂളിൽ പോകണ്ട. മോളെ, എന്താ പറ്റിയേ? മോളെ, എന്റെ കൊച്ചിന് എന്താ പറ്റിയേ? നിങ്ങൾ നോക്കി പോയി വണ്ടി എടുത്തിട്ട് വാ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാം. ഡോക്ടർ, ഇന്ന് രാവിലെ മോള് സ്കൂളിൽ പോകാൻ ഒരുങ്ങിയപ്പോ അവള് പെട്ടെന്ന് തല ഇറങ്ങി വീണു. എന്ത് പറ്റിയെന്ന് അറിയില്ല, പിന്നെ ഒരേ ഒരു കരച്ചിലായിരുന്നു. ഡോക്ടർ, ഇവക്ക് എന്താ പറ്റിയേ? നത്തിങ് ടു വെറി, നമുക്കൊക്കെ ശരിയാക്കാം. കൊച്ചിന് പനിയൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒരല്പസമയം പുറത്ത് വെയിറ്റ് ചെയ്യാമോ? മോൾക്ക് എന്താ പറ്റിയത്? ഇന്നെന്താ പ്രത്യേകിച്ച് ഉണ്ടായത്? അമ്മ മോളെ വഴക്ക് പറഞ്ഞു? സ്കൂളിലെ ടീച്ചറെ മോൾക്ക് ഇഷ്ടമായില്ലേ? ഡോക്ടറിനോട് എല്ലാം പറയണം. ഞാൻ മോളെ ഹെൽപ്പ് ചെയ്യാം. ഡോക്ടറെ, എന്റെ മമ്മി ഞാൻ കവിത എഴുതിയത് കീറിക്കളഞ്ഞു. എത്ര പഠിച്ചാലും മമ്മി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് മമ്മി ഇഷ്ടമല്ല ഡോക്ടറെ. മോള് പേടിക്കണ്ട, അമ്മയോട് ഡോക്ടർ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് പരിഹരിക്കാൻ പറ്റിയ നിസാര പ്രശ്നങ്ങളേ ഉള്ളൂ. നത്തിങ് ടു വെറി അബൌട്ട് യുവർ ഡോട്ടർ. ഷീ ഈസ് ഓൾ റൈറ്റ്. അവൾക്ക് ഒരു മരുന്നിന്റെയും ആവശ്യമില്ല. നാം കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. നമ്മുടെ മക്കളുടെ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തിയെടുക്കുവാനാണ് മാതാപിതാക്കളായ നാം ചെയ്യേണ്ടത്. അവരെ ഒന്നും അടിച്ചേൽപ്പിക്കരുത്. നത്തിങ് സീരിയസ് ഹിയർ. നീ അറിയാതെ നിന്നിഴലായി അരികിൽ വരും ദൈവം, സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം. Our children are the gift of God. God is a potter, and we are the clay. He molded everyone differently. All are unique,
and born with variety of talents. Never compare your child with others. We spend most of our time with our children, but we forget to understand them, to identify their capabilities and talents. Try your best to support and guide them in the right path, and let them shine in their lives. നീ അറിയാതെ നിന്നിഴ